നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെയർപേഴ്സൺ AP നസീമ മോശമായി പെരുമാറിയെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ഭാവ. MLAയുടെ ഇടപെടൽ. തിരൂർ മുനിസിപ്പാലിറ്റിയിൽ ജലവിതരണത്തിന് 14.88 കോടി രൂപ അനുവദിച്ചു. പോലീസ് വെടിവെപ്പിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. ജനവാസ കേന്ദ്രങ്ങളിൽ മാലിന്യം തള്ളിയ സംഭവം. മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധം സംഘടിപ്പിച്ചു. മാലിന്യ പ്രശ്നം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെന്ന് തൃപ്രങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി. തിരൂർ നഗരസഭാ ഓഫീസിലേക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് മാർച്ച്. ഗേറ്റ് മറികടന്ന് പ്രവർത്തകർ ഓഫീസിലേക്ക് കയറി പ്രതിഷേധിച്ചു. വിശദമായ വാർത്തകൾ. ചെയർപേഴ്സൺ AP നസീമ മോശമായി പെരുമാറിയെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ഭാവ. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പോലും ആലോചിക്കാതെയാണ് തിരൂർ നഗരസഭാ സ്റ്റേഡിയത്തിന് മുന്നിൽ സമ്പന്ന വ്യാപാരത്തിന് അനുമതി കൊടുത്തതെന്നും മുസ്ലിം ലീഗ് പ്രസിഡന്റ് പോലും നഗരസഭാ ഭരണം അറിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരൂർ നഗരസഭാ ഭരണസമിതിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ചേംബർ ഓഫ് ഉന്നയിച്ചിട്ടുള്ളത്. തിരൂർ നഗരസഭ സ്റ്റേഡിയത്തിനു മുന്നിലെ താൽക്കാലിക വ്യാപാര സമുച്ചയത്തിന് അനുമതി കൊടുത്തതിൽ പ്രതിഷേധിച്ച് ചേംബർ ഓഫ് കൊമേഴ്സ് നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് ചെയർപേഴ്സണെതിരെ ഭാരവാഹികൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച നടത്തപ്പോൾ വളരെ മോശമായ രൂപത്തിലാണ് ഈ AP നസീമ ചെയർപേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി നമ്മളോട് പെരുമാറിയിട്ടത്. അതൊക്കെ തന്നെ വരും കാലങ്ങളിൽ നമുക്ക് കാണാം. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഭരണഘടനാ ദിനമായി ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് രണ്ടാമതായി നടത്തുന്ന മാർച്ച്. നേരത്തെ എല്ലാവരും വിളിച്ച മുദ്രാവാക്യത്തിൽ കഴിഞ്ഞത് സൂചനയായിരുന്നു. ഇന്നൊരു താക്കീതാണ്. ഈ താക്കീത് കണ്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ജനിച്ചാൽ എല്ലാവർക്കും മരിക്കണം എന്നുള്ള ഓർമ്മ എല്ലാവർക്കും ഉണ്ടാകാൻ നന്നായി. കാരണം കുട്ടികൾക്ക് 2 കിലോ അരി വാങ്ങുന്നതിന് വേണ്ടി രാവിലെ താക്കോലെടുത്ത് വരുന്നവരാണ് ഞങ്ങൾ. ഭരിക്കുന്ന കക്ഷിന്റെ ഒരു കമ്മിറ്റി ഉണ്ടാവില്ല, അവരെ ജയിപ്പിച്ചയച്ച ഒരു കമ്മിറ്റി ഉണ്ടാവില്ല, മുനിസിപ്പാലിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റി. ആ കമ്മിറ്റി പോലും അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട ഈ മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ പ്രസിഡന്റ് അടക്കമുള്ളവർ, ഞാനിവിടെ മുനിസിപ്പൽ പ്രസിഡന്റ് അല്ലേ, ഇങ്ങനെ ഒരു സംഭവം നടത്തും ഞാൻ അറിയണ്ടേ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ നഗരസഭാ ഭരണസമിതിയുടെയും അപ്പുറത്തുള്ളവരുടെയും സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് കേവലം ഒരു സമരമാണ്, ഒരു താക്കീൽ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ പറയാന് ഈ താൽക്കാലികമായിട്ടുള്ള എല്ലാ തുണിയും കുടച്ചക്കറ എല്ലാ വണ്ടി ഭണ്ഡാരങ്ങളും കൂടി ഉപയോഗിച്ച സാധനമൊക്കെ അവിടെ കൊണ്ടിട്ട് ദിവസം 5000 രൂപ വാടക മഹാലിൽ പന്ത് കളിക്കാൻ രാവിലെ നടക്കാൻ വരുന്നവരൊക്കെ വാഹനങ്ങളും ബൈക്കൊക്കെ പാർക്ക് ചെയ്യേണ്ട സ്ഥലമാണ്. ദിവസം 5000 രൂപ കൂടി അങ്ങനെ കൊടുക്കുമ്പോ ഇതൊന്നും അറിയണ്ടേ? വൈസ് അറിയില്ല. അങ്ങനെ വിദേശത്ത് പോകുമ്പോ സെക്രട്ടറി കൊടുക്കണ്ടേ? സെക്രട്ടറിയും അറിയില്ല, ആരും അറിയില്ല. അപ്പൊ ഈ നാഥനില്ല, കടയിൽ നാഥൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ രണ്ടാമത്തെ സൂചനയാണ് ഇന്നത്തെ മാർച്ച്. നഗരസഭ ഭരണസമിതി എടുക്കുന്ന പല തീരുമാനങ്ങളും മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ പ്രസിഡന്റ് പോലും അറിയുന്നില്ലെന്നും ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. വെട്ടന്യൂസ് തിരൂർ. അമൃത് 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരൂർ മുനിസിപ്പാലിറ്റിയിലെ ശുദ്ധജല വിതരണത്തിന് 14.88 കോടി രൂപ അനുവദിച്ചു. ദീർഘകാലമായുള്ള തിരൂർ നിവാസികളുടെ ആവശ്യമാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. കുറുക്കോളി മൊയ്തീൻ MLAയുടെ സജീവമായ ഇടപെടലിലൂടെയാണ് തുക അനുവദിക്കപ്പെട്ടിട്ടുള്ളത്.
ശുദ്ധജല വിതരണം എത്താത്ത സ്ഥലങ്ങളിൽ അതിനുവേണ്ടിയുള്ള പൈപ്പ് ലൈൻ എത്തിക്കുക, കുടിവെള്ള കണക്ഷൻ കിട്ടാത്തവർക്ക് അത് ലഭ്യമാക്കുക, തിരൂർ മുനിസിപ്പാലിറ്റിയിലെ പഴകിയ പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുക തുടങ്ങിയവ ഈ തുക കൊണ്ട് നിർവഹിക്കപ്പെടും. കേന്ദ്ര സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായാണ് പ്രവൃത്തിക്ക് വേണ്ടിയുള്ള തുക കണ്ടെത്തുന്നത്. തിരൂരിലെ ശുദ്ധജല വിതരണ പദ്ധതിക്ക് സംസ്ഥാന വിഹിതമായി 5.205 കോടി രൂപയും കേന്ദ്ര വിഹിതമായി 6.94 കോടി രൂപയും തദ്ദേശ സ്വയംഭരണ വിഹിതമായി 2.735 കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത്. ബെട്ട ന്യൂസ്. സംപാൽ മസ്ജിദിന്റെ പേരിൽ അന്യായമായ സർവേ നടത്തുന്നതിൽ പ്രതിഷേധിച്ച് പൗരന്മാരെ പോലീസ് വെടിവെച്ചു കൊന്നതിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി STPI തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി തിരൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. പ്രതിഷേധ പ്രകടനം താഴെപ്പാലത്ത് നിന്നും തുടങ്ങി നഗരം ചുറ്റി തിരൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സമാപന പ്രതിഷേധ യോഗം തിരൂർ മണ്ഡലം ട്രഷറർ ഹംസ തിരൂർ ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ പ്രസിഡന്റ് നജീബ് തിരൂർ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിന് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ഹംസ അന്നാര സ്വാഗതവും മുനിസിപ്പൽ സെക്രട്ടറി ഫൈസൽ ബാബു നന്ദിയും പറഞ്ഞു. പ്രതിഷേധ പ്രകടനത്തിന് സലീം കല്ലിങ്ങൽ, ആദം കുട്ടിച്ചെമ്പ്ര, ഷെഫീഖ് അന്നാര, റഫീഖ് CP എന്നിവർ നേതൃത്വം നൽകി. ബെട്ട ന്യൂസ് തിരൂർ. ജനവാസ കേന്ദ്രങ്ങളിൽ മാലിന്യം തള്ളിയ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് തൃപ്രങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. മുസ്ലിം യൂത്ത് ലീഗ് തൃപ്രങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധം മുസ്ലിം ലീഗ് തവനൂർ മണ്ഡലം സെക്രട്ടറി മുജീബ് പൂളയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. PK ഖമറുദ്ദീൻ, നാസിക് ബീരാഞ്ചിറ, ഹമീദ് കൈനിക്കര, ഷൌക്കത്ത് കുന്നത്ത് എന്നിവർ സംസാരിച്ചു. ഹക്കീം അന്താരത്തിൽ, ശിഹാബ് ആലത്തിയൂർ, TP നിസാർ, ഹനീഫ മൂച്ചിക്കൽ, ജംഷീർ കൈനിക്കര, അഷ്റഫ് ആലുക്കൽ, പഞ്ചായത്ത് അംഗം അലവിക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ സമരത്തിനെതിരെ നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു സമരവുമായി വന്നത്, നമുക്കറിയാം തൃപ്രങ്ങോട് പഞ്ചായത്തിന്റെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഒരു പുതിയ രീതി അവലംബിച്ചതായി നമ്മളെല്ലാം കണ്ടതാണ്. പണം വാങ്ങി കടകളിൽ നിന്നും വീടുകളിൽ നിന്നും പണം വാങ്ങി ശേഖരിച്ച മാലിന്യങ്ങൾ യഥാസമയം അതിന്റെ ഏജൻസികൾക്ക് കൈമാറാതെ അത് കുന്നുകൂടി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കിടന്ന് വെയിലും മഴയും കൊണ്ട് ദുർഗന്ധം വമിച്ചു കിടക്കുന്ന ആ മാലിന്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ അത് പഞ്ചായത്തിന്റെ നിർമ്മാണത്തിലേക്കും സംസ്ഥാനത്തിന്റെ തറയിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും ഈ പഞ്ചായത്തിലെ അധികാരികൾ നിക്ഷേപിക്കാൻ വന്നതിൽ പ്രതിഷേധിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഈ നിക്ഷേപിച്ച മാലിന്യങ്ങൾ തിരിച്ചെടുക്കുന്നത് വരെ യൂത്ത് ലീഗ് ഈ പഞ്ചായത്തിന്റെ മുന്നിൽ സമരമുഖത്ത് ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ. ബെട്ട ന്യൂസ് തൃപ്രങ്ങോട്. മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്നും ഒന്നും പറയാനില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നും തൃപ്രങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാലിന്യം തരംതിരിക്കാനാണ് കൊണ്ടുവന്നത്. അക്കാര്യം എല്ലാവർക്കും ബോധ്യമായതാണെന്നും വളരെ നല്ല നിലയിലാണ് മാലിന്യ നിർമ്മാർജ്ജനം തൃപ്രങ്ങോട് പഞ്ചായത്തിൽ നടക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് V ശാലിനി പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തൃപ്രങ്ങോട് പഞ്ചായത്തിനെതിരെ ഒരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട്. നമ്മുടെ MCF പ്രവർത്തിക്കുന്നത് ഒട്ടുംപുറം സ്ഥലത്താണ്. അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അവിടെ ആ വർക്കുമായി ബന്ധപ്പെട്ട് അവിടെ കുറേ കുപ്പിച്ചില്ലുകൾ മാറ്റേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പോൾ കരാറുകാരൻ നിരന്തരം ഞങ്ങളോട് അത് മാറ്റാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഇട്ട് തരാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വർക്ക് നടക്കുന്ന ചമ്മറോട്ടം സബ് സെൻറ്ററിലേക്കാണ്, അതിൻ്റെ പരിസരത്തേക്കാണ് അത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അത് മാറ്റി ഞങ്ങളത് അവിടെ വെച്ച് തരംതിരിച്ച് കൊണ്ടുപോകാനാണ്, അവിടുന്ന് കയറ്റി കൊണ്ടുപോകാനാണ് പഞ്ചായത്ത് അവിടെ ആ മാലിന്യം എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ അവിടെ കൊണ്ട് എത്തിച്ച് ഹരിതകർമ്മസേനാംഗങ്ങളോട് നാളെ തന്നെ അത് തരംതിരിച്ച് നമുക്ക് അവിടുന്ന് കൊണ്ടുപോകാനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടുന്ന് പോകുന്നത്. അടുത്ത ദിവസം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അത് പഞ്ചായത്തിനെതിരെ തിരിച്ച് രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെയാണ് അത് അവിടെ ആ വാർത്ത അവിടെ ഒരു സമരം കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. പഞ്ചായത്ത് അതൊരു നല്ല ലക്ഷ്യത്തോടെയാണ് ചെയ്തിട്ടുള്ളത്. അത് അവിടെ സമരം നടത്തി ഞങ്ങളോട് അത് അവിടെ നിന്ന് എടുത്തു മാറ്റാൻ പറഞ്ഞു. അത് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്വകാര്യ വ്യക്തി നമുക്കൊരു സ്ഥലം തന്നു. അത് അവിടെ നിന്നും ആ സ്ഥലത്തേക്കാണ് മാറ്റിയത്, കൊലൂപ്പാലം.
ആ സ്ഥലത്തേക്ക് മാറ്റി അവർ വീണ്ടും അവിടെ എത്തി അതും തിരയുന്നത് അവിടെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊന്ന് ഉറപ്പ് പറയാണ്, ഞങ്ങൾ പഞ്ചായത്ത് ജനങ്ങൾക്കൊപ്പമാണ്. ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് പഞ്ചായത്തിൻ്റെ ഒരു മുഖ്യ ചുമതല തന്നെയാണ്. നിലവിൽ പഞ്ചായത്തിന്റെ MCFൽ സൗകര്യമില്ലാത്ത സാഹചര്യത്തിലാണ് വേഗത്തിൽ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ മാലിന്യം ഇവിടേക്ക് കൊണ്ടുവന്നത്. മാലിന്യം തിങ്കളാഴ്ച തരംതിരിക്കുകയും ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ തരംതിരിച്ച മാലിന്യങ്ങൾ നീക്കം ചെയ്യും. മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രധാന പരിഗണന നൽകുന്ന പഞ്ചായത്താണ് തൃപ്രങ്ങോട്. കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കാര്യങ്ങൾ വ്യക്തമായി അറിയാതെയാണ് ഇതിനെതിരെ ചിലർ ആരോപണം ഉന്നയിക്കുന്നതെന്നും രാഷ്ട്രീയവൽക്കരിക്കുന്നതെന്നും അധികൃതർ ആരോപിച്ചു. ഒന്ന് ഉച്ച 2 മണിയാകുമ്പോൾ എല്ലാം അവസാനിച്ചു തരംതിരിച്ചിട്ട്. അത് സമ്മതിക്കാത്തൊരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഇതിങ്ങനെ 3 മണിക്കൂറുണ്ട്. ഇന്നലെ ഞായറാഴ്ച അതൊന്നും നടന്നില്ല. ഇന്ന് രാവിലെ 9 മണിക്ക് ഹരിതകർമ്മസേനക്കാർ വന്നു. 2 മണിയാകുമ്പോഴത്തേനും അത് അവസാനിച്ചു. ഇപ്പോൾ പഞ്ചായത്തുകളുടെ അനിവാര്യ ചുമതലകളാണ് മാലിന്യ സംസ്കരണം എന്നുള്ളത്. അത് കാര്യക്ഷമമായി നടക്കുന്ന ഒരു പഞ്ചായത്താണ് തൃപ്പങ്ങോട് പഞ്ചായത്ത്. അപ്പോൾ ഈ വിഷയത്തിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനും ഹരിതകർമ്മസേനാംഗങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനും അവർക്കെതിരെ ആളുകളെ പിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി, വൈസ് പ്രസിഡന്റ് MP അബ്ദുൽ ഫുക്കാർ, സെക്രട്ടറി PP അബ്ബാസ്, സ്ഥിരം സമിതി അംഗങ്ങളായ VP ഷാജഹാൻ, TV ലൈല, MP റഹീന എന്നിവർ പങ്കെടുത്തു. വെട്ടന്യൂസ് തിരൂർ. തിരൂർ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ മുൻവശത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ താൽക്കാലിക വ്യാപാരാനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് ചേംബർ ഓഫ് കൊമേഴ്സ് മാർച്ച് സംഘടിപ്പിച്ചു. പോലീസിനെ വെട്ടിച്ച് പ്രവർത്തകർ ഓഫീസ് കവാടത്തിലേക്ക് കയറി പ്രതിഷേധിച്ചു. തിരൂർ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ മുൻവശത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ താൽക്കാലിക വ്യാപാരാനുമതിക്ക് നഗരസഭ സ്റ്റോപ്പ് മെമ്മോ അനുവദിക്കുക. തിരൂരിൽ വർദ്ധിച്ചുവരുന്ന തെരുവ് വ്യാപാരങ്ങൾ അടിയന്തിരമായി നിർത്തലാക്കുക. അതിനുവേണ്ട ഉത്തരവുകൾ ഇറക്കുക. നഗരസഭാ വ്യാപാരികളോട് കാണിക്കുന്ന ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരൂർ നഗരസഭയിലേക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് ബഹുജന മാർച്ച് നടത്തി. ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് PA ഭാവ അധ്യക്ഷത വഹിച്ചു. മാർച്ച് യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര ഉദ്ഘാടനം ചെയ്തു. ഇതൊരു കാരണവശാൽ അംഗീകരിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് 15,000 അടുത്ത് സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിംഗ് ആണ് വേണ്ടി അവിടെ പുതുതായിട്ട് വന്ന സ്ഥാപനം. ഈ KMDR പ്രകാരം, കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ പ്രകാരം 15ഓളം ബാത്റൂം വേണം. അത് ആണിനും പെണ്ണിനും തരംതിരിച്ചു വേണം. അവിടെ ആ നിയമം പാലിച്ചിട്ടുണ്ടോ? അവിടെ ഇലക്ട്രിക്കൽ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണം. അതവർക്കുണ്ടോ? ആ ബിൽഡിംഗ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഈ ഫയറിന്റെ NOC സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഫയർ ഉണ്ടോ? അവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ടോ? ചേംബർ വർക്കിംഗ് പ്രസിഡന്റ് PP അബ്ദുറഹ്മാൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി ഇല്യാസ്, മണ്ഡലം ട്രഷറർ അസ്ലം, ചേംബർ ട്രഷറർ PA റഷീദ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിയ ഷിഹാബ് എന്നിവർ പ്രസംഗിച്ചു. ചേംബർ വൈസ് പ്രസിഡന്റുമാരായ C മമ്മി, ജലീൽ, സെക്രട്ടറിമാരായ അനിൽകുമാർ, ഷബീബ്, ഷാഫി, യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി വിഷ്ണു, C അബ്ദുള്ള, അഹമ്മദ് പൂവിൽ, ഇബ്രാഹിം കുട്ടി, സംഘം മണി, സബ്ഖ അമീർ, ബിജു അമ്പായത്തിൽ, നന്ദകുമാർ, സുലൈമാൻ, ഗഫൂർ, അൽതാഫ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഒരു മഹാൻ വ്യാപാരികൾ തെരുവ് വ്യാപാരത്തിന് അനുകൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സംഘടനയെ ഡിഗ്നിറ്റി മനസ്സിലാക്കാതെ ഞാനും ഒരു വ്യാപാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ സംസാരിക്കുകയുണ്ടായി. വെട്ടന്യൂസ് തിരൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.